ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ ഡെയിലി സഭാ നടപടികൾ വീക്ഷിക്കാറുണ്ട്. അതിലേറ്റവും സരസമായും നർമ്മത്തോടെയും പ്രസംഗിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ കുന്നത്തുനാട് MLA ആയിട്ടുള്ള VP സജീന്ദ്രൻ. പണ്ട് ലോനപ്പൻ നമ്പാടനെ പോലെയുള്ള EK നായനാരെ പോലെയുള്ള ഫലിതപ്രിയരായിട്ടുള്ള ആൾക്കാർ ഫലിതം ഒരുപാട് പറയുന്നത്. KM ഷാജിയും പണ്ട് അത് തന്നെ. മാത്രമല്ല ഈ ലോനപ്പൻ നമ്പാടാണെങ്കിലും ഇപ്പം നമ്മുടെ സജീന്ദ്രനൊക്കെ ആണെങ്കിലും ഒരു ഗുണം ആരും വേദനിപ്പെന്നിരുന്നും പറയില്ല. അവരോട് സരസമായിട്ടുള്ള കാര്യങ്ങൾ പറയാറുള്ളൂ. എന്തായാലും തുടർച്ചയായി ഒരു രണ്ടാമത്തെ പ്രസംഗത്തിലും സജീന്ദ്രൻ സജീന്ദ്രൻ ഇത് 3ാം തവണയാണ് MLA ആവുന്നത്. പക്ഷേ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ തന്നെ കൂടുതൽ ഇപ്പോൾ വളരെ സരസമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. നേരത്തെ കുറച്ച് ഗൗരവതരമായിട്ട് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുമായിരുന്നു. അദ്ദേഹം നല്ലൊരു MLA ആണ്, നല്ല സാമാജികനാണ്. അദ്ദേഹം വളരെ ഗൗരവതരമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു. ഒരുപക്ഷെ കാലം മാറിയപ്പോൾ ട്രെൻഡിനനുസരിച്ച് അദ്ദേഹം ഒന്ന് മാറിയതായി. ട്രോളുകളാണ് മുഴുവൻ. ട്രോളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖല ട്രോള്. ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും പിണറായി വിജയനെയൊക്കെ ഭയങ്കരമായിട്ട് കാലവാരി അടിക്കുകയാണ് അദ്ദേഹം. പി രാജീവിനെയൊക്കെ അടിക്കുന്ന സമയത്ത് സാധാരണ പ്രതിപക്ഷത്തു നിന്ന് ഒരു എതിർപ്പുണ്ടാകാറുണ്ട്. ഇത് പറ്റത്തില്ല, ഇവിടെ അടക്കത്തില്ല, സഭയിലില്ലാത്തവരെ കുറിച്ച് പറയുന്നു എന്നൊക്കെ വേണം പറയാം. പക്ഷേ ഇത്തവണ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. പുള്ളി വളരെ സ്വച്ഛന്തമായ ഒരു നദി ഒഴുകുന്ന പോലെ ഇങ്ങനെ പ്രസംഗിച്ചു. ആരും അതിന്റെ രസം കെടുത്താൻ വരുന്നില്ല എന്നുള്ളതാണ് ഇന്നലത്തെ കൗതുകത്തോടെയാണ്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം, ഇന്നലെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇന്നലെ അദ്ദേഹം പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ നമ്മൾ വിജയിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇത് കനകോലുവിൻ്റെ വിജയമാണെന്ന്. അപ്പം PD സതീശൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ വിജയിച്ചത്. ഇതാരായി കനകോലു എന്നൊന്നും ഞാൻ കരുതി, കനകോലുവിൻ്റെ വിജയമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കനകോലുവിനെ വെച്ച് വിജയം നേടുമ്പോൾ അതുകൊണ്ടാണ് ഇവർ വിജയിച്ചത്. അവർ കനകോലുവിന് പകരം ഒരാളെ ഇറക്കി, അതാണ് കിണർകോലു. ഈ കിണർകോലു സത്യത്തിൽ ഇവരോട് പ്രതികാരം ചെയ്യാൻ അവസരം ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനോട് ഇവർ ചെയ്തത് പാപ്പിനിശ്ശേരി പാമ്പുകുളത്തൽ കേന്ദ്രത്തിൽ തീ വെച്ചിട്ട് കൊരങ്ങനെ കാലെ പിടിച്ചടിച്ചോണ്ട് നീ CMB ചെറുപോടാന്ന് ചോദിച്ചു. അത് മാത്രമല്ല അന്ന് ഇവർ ചെയ്തത് ഈ മൃഗങ്ങളൊക്കെ തന്നെ ജീവനോടെ കത്തിക്കുകയായിരുന്നു. ഈ മൃഗങ്ങൾ കിടന്ന് പെടയുമ്പോൾ ഇവർ വിളിച്ചു പറഞ്ഞത് അങ്ങനെ ചാടാ രാഘവ എന്ന് വിളിച്ചു എന്നാണ്. MVR ആണ് എന്നുള്ള MVR കിട്ടാത്തത് കൊണ്ട് ഈ മൃഗങ്ങളെ ജീവനോടെ കത്തിക്കുകയായിരുന്നു. കിണർകോലു എന്ന അദ്ദേഹം ഉദ്ദേശിച്ചത് MV നികേഷ് കുമാറിനെയാണ്. നികേഷ് കുമാറിന്റെ അച്ഛനായിരുന്നു MV രാഘവൻ, മുൻ മന്ത്രിയായിരുന്നു. UDF ആയിരുന്നു അവസാന കാലഘട്ടത്തിൽ. CPM-കാർ മർദ്ദിച്ചു പുറത്താക്കിയതാണ്. അതെ. മാത്രമല്ല അദ്ദേഹത്തെ നിയമസഭയ്ക്കകത്ത് ഇട്ടുപോലും മർദ്ദിച്ചു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരവസരമാണ്. അതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. പിന്നെന്താ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും നമ്മുടെ കുമാരപിള്ള സാറിന്റെ അതിൻ്റെ വാക്കുകൾ പറഞ്ഞു. അതുപോലെ എന്താണ് ഈ കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന് പറയുന്ന മഞ്ജു വാര്യർ സിനിമയിലെ മഞ്ജു വാര്യർ പ്രതികാരം ചെയ്യുന്ന പോലെയാണ് ബിജു മേനോനെ കൊല്ലാൻ വരുന്നതും ഒക്കെ പറയുന്നത് പോലെ അങ്ങനെയാണ് കയറിയാണ് ഈ കനകോലു കിണർകോലു. അദ്ദേഹം വളരെ യുവജനാഭ്യർത്ഥനയെ പിന്തുണച്ചു നടത്തിയൊരു പ്രസംഗമായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ അതിഗംഭീരമായിരുന്നു, വളരെ രസകരമായി അവതരിപ്പിച്ച്. ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസിലെ തന്നെ വലിയൊരു വിഭാഗം നേതാക്കന്മാർക്ക് സത്യമായി ഇപ്പോഴും സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. ഇത് ചിലപ്പോൾ ഇവർ ചെയ്യുന്നത് ഇവരാരെങ്കിലും ഏൽപ്പിക്കും. ഈ സ്വന്തം ഫേസ്ബുക്ക് അവസാനം ഈ ഏൽപ്പിക്കുന്ന മായി തോന്നിയത് അല്ലെങ്കിൽ വിവരക്കടക്ക് അടിച്ചു വിടി ഇതിനെ ഉത്തരം പറയേണ്ടി വരും. സജീന്ദ്രൻ കൃത്യമായ കാര്യങ്ങൾ കാണുന്നുണ്ട്. VP സജീന്ദ്രന്റെ ഭാര്യ റിപ്പോർട്ടർ ചാനലിലാണ് ജോലി എന്ന് ഓർത്തോണം. ആ റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്തിരുന്ന ആളുമാണ് ഈ നികേഷ് കുമാറിന്റെ കാലത്ത്. ലേബിയും നികേഷ് കുമാറും എല്ലാം കൂടെ ഒന്നിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ ആ ഒരു പരിഗണന എന്തായാലും റിപ്പോർട്ടർ ചാനലുണ്ടായിരുന്നു. അപ്പോ ഈ ലേബി ആ ഒരു പരിഗണന പോലും എന്നാ ഈ കിണർകോലു സ്ഥാപിച്ച ചാനലിനാണ് തന്റെ ഭാര്യ ഇപ്പൊ ജോലി ചെയ്യുന്നുള്ള പരിഗണന പോലും സജീന്ദ്രൻ കൊടുത്തില്ല. അതുപോലും കൊടുക്കാതെയാണ് എടുത്ത് ഇട്ട് ശരിക്കും പറഞ്ഞ സജീന്ദ്രൻ നേരത്തെ നടത്തിയൊരു പ്രസംഗമുണ്ടല്ലോ P രാജീവിനെയൊക്കെ കളിയാക്കൊണ്ടുള്ള. ഇത് ഭയങ്കര അങ്ങ് വൈറലായി എന്ന് പറഞ്ഞാൽ ഈ ട്രോളന്മാർ മൊത്തം ഏറ്റെടുത്ത് ലക്ഷക്കണക്കിന് ആളിലാണ് ഇത് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ അതോടുകൂടി അദ്ദേഹം ആ ഒരു മൂഡിലായി കറക്റ്റായി. ഇത് നമുക്കൊരു സാമാന്യ ബുദ്ധി കൂടെ വേണം. ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളത് ചിലപ്പോൾ വേറെ ആരെങ്കിലും അവർക്ക് ഇവരെ സാമൂഹ്യ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്തത് അവർക്കെല്ലാം എന്താണെന്ന് ചരിത്രമോ ഭൂമിശാസ്ത്രമോ എന്ന് അറിഞ്ഞും കൂടി രാഷ്ട്രീയ ചരിത്രം അറിഞ്ഞുകൂടാത്ത പുതിയ തലമുറപ്പെട്ട ചിലരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നതിൽ അബദ്ധമാവും. സജീന്ദ്രൻ പക്ഷേ കൃത്യമായിട്ട് സ്വന്തം ഭാഗം കൃത്യമായിട്ട് ചെയ്തു പോകുന്നത്. അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെക്കുന്ന ഈ കിണർകോലുവാണ് ഈ പാട്ട് എഴുതി വിട്ടതെന്നാണ്. ഏതാ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ ഈ പിണറായി വിജയൻ സഖാവ് തന്നെ എന്നുള്ളത്. അതുപോലെ അമ്മായിപ്പനെയും മരുമോനെയും എല്ലാം അദ്ദേഹം അതിൻ്റെ പ്രസംഗത്തിലൂടെ
ആക്ഷേപഹാസ്യത്തിൻ്റെ രീതിയിൽ കൊല വിളിക്കുകയാണ് ചെയ്തത്. പണ്ട് നമ്മളെ കേരള നിയമസഭയിൽ ഈ പറഞ്ഞ നമ്പാറിനെ പോലെ ഒരുപാട് ചാഴിക്കാട്, ജോസഫ് ചാഴിക്കാടൻ പണ്ടുണ്ടായിരുന്ന ആളുണ്ട്. ഇതുപോലെ ഒരുപാട് സരസന്മാരെ ആൾ നമ്മളെ കേരള നിയമസഭ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ വളരെ സീതിയാജി. അപ്പോൾ അങ്ങനെ സീതിയാജിയുടെ തമാശകൾ വളരെ പ്രസിദ്ധമാണ്. സീതിയാജി പക്ഷേ സീതിയാജിയുടെ തമാശകൾ പോലും ഈ അദ്ദേഹത്തെക്കുറിച്ച് ഇറങ്ങിയ കഥകൾ അദ്ദേഹം തന്നെ കേട്ട് ആസ്വദിക്കുമായിരുന്നാണ്. കൂടുതലുള്ള കഥകളായിരുന്നു മറ്റുള്ളവരുണ്ടാക്കുന്നതാണ്, പുള്ളി അത് ആസ്വദിക്കുമായിരുന്നു എന്നാണ്. പണ്ട് നമ്മൾ ഈ നമ്പൂരി ഫലിതം, സർദാർജി ഫലിതം ഒക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ ഫലിതം കൊണ്ടിറങ്ങിയ നമ്പൂരിമാരെ കൊണ്ട് കേസ് കൊടുക്കും, സർദാർജി കൊണ്ട് കേസ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈ സർദാർജി നമ്പൂരിയും കേരളത്തിലാണെങ്കിൽ നമ്പൂരി ലോകത്തിലേക്കും മണ്ടന്മാരാണ് ഇവർ എന്നുള്ള രീതിയിലാണ് ഈ നമ്പൂരി. വേറെ രസകരമായ കാര്യം പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ നമ്പൂരി ഫലങ്ങൾ ഉണ്ടാക്കിയ പല നമ്പൂരിമാർ തന്നെയാണ്, സർദാർജി ഫലങ്ങൾ ഉണ്ടാക്കിയ സർദാർജിമാർ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു സർദാർജി ഫലിതം ഒരിക്കലും പണ്ട് എൻ്റെ സുഹൃത്ത് KJ ജേക്കബ്, ചാനൽ ജേക്കബ് എൻ്റെ പഴയ സഹപ്രവർത്തന ജേക്കബ് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു സർദാർജി ട്രെയിനിൽ പണ്ട് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യായിരുന്നു. TTR കയറി വന്നു, ടിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു. ഓരോരുത്തരും നോക്കി സർദാർജി ആകെ വരണ്ടേ, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന TTR സർദാർജി തന്നെയാണ്, പഞ്ചാബിലാണല്ലോ. അപ്പം സർദാർജി ആകെ വരണ്ടേ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ എത്തി ടിക്കറ്റ് എന്ന് ചോദിച്ചു. സർദാർജി മനസ്സിൽ വിചാരിച്ചു മന്ത്രി എന്ന് പറഞ്ഞ തലക്കാരൻ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. അപ്പം പുള്ളി പറഞ്ഞു മിനിസ്റ്റർ എന്ന് പറഞ്ഞു. മിനിസ്റ്റർ എന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു വിച്ച് മിനിസ്റ്റർ ചോദിച്ചു. മിനിസ്റ്റർ പേര് പറയണ്ടേ, ഇയാൾക്ക് ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞൂടാ. ഇയാൾ പറഞ്ഞു ഇന്ദിരാഗാന്ധി എന്ന്. അപ്പം മറ്റേ സർദാർജി പറഞ്ഞു നമസ്കാരം, കേട്ടിട്ടുണ്ട്, പരിചയപ്പെടാൻ കഴിഞ്ഞ വലിയ സന്തോഷം എന്ന് പറഞ്ഞു എന്നാണ് തമാശ കഥ. പണ്ടന്മാരാണ്. എന്താണെങ്കിലും ഈ സജീന്ദ്രൻ്റെ ആ പ്രസംഗം നമ്മൾ നല്ലതാണ്. കാര്യം കുറച്ച് കാലങ്ങൾ കൊണ്ട് ഇന്ന് കേരള നിയമസഭയിൽ ഇപ്പോൾ നമ്പാടാരെ കഴിഞ്ഞതിന് ശേഷം ആരും ഇങ്ങനെ തമാശ ഒന്നും പറയുന്നില്ല. വലിയ ഗൗരവതരമായ ചർച്ചകളൊക്കെ ആയിരുന്നു. ഇതും കൂടെ വേണം, എന്നാൽ ആ നിയമസഭയുടെ സ്മൂത്തായിട്ടുള്ള ആ ഒരു പോക്കിനെ കുറച്ച് തമാശയും രസങ്ങളൊക്കെ അത്തരത്തിലുള്ള അധികം ആൾ ഇപ്പോൾ സഭയിൽ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനം. സജീന്ദ്രൻ നല്ലൊരു അവസരമാണിത്. നന്നായി അദ്ദേഹത്തിന് സെൻസ് ഓഫ് ഹ്യൂമറിലാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കൂടി നമുക്കൊന്ന് കാണാം അല്ലേ? അതെ സാർ, ഞാൻ ഈ പുതുക്കിയ ബഡ്ജറ്റിലെ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ്. സാറ് ഈ ബഡ്ജറ്റിന് മുമ്പ് ബഹുമാനായ ധനകാര്യമന്ത്രി ഒരു ധവളപത്രം ഇവിടെ നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഈ ധവളപത്രത്തെക്കുറിച്ച് വലിയ ചർച്ചകളായിരുന്നു ആ സമയത്ത്. കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ വലിയ ഗൗരവമായി ചർച്ച ചെയ്തു. ഇടതുപക്ഷത്തുനിന്ന് ഡോക്ടർ തോമസ് ഐസക് ഒരു സാമ്പത്തിക വിദഗ്ധനാണ്, അദ്ദേഹം അതേക്കുറിച്ച് വളരെ കാര്യമായ അഭിപ്രായം പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി എന്തെന്നുള്ള കണക്കായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാനും അത് വായിച്ചു നോക്കി. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷോട് ചോദിച്ചു പത്രക്കാർ, അങ്ങ് കേരളത്തിൽ ഇറക്കിയ ധവളപത്രത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദേശാഭിമാനി പത്രം ഒഴിച്ചൊരു പത്രവും വായിക്കാറില്ല, ജനയുഗം പോലും വായിക്കാറില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട PRDയുടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ദയവായി അങ്ങ് പാർട്ടി സെക്രട്ടറിക്കൊന്ന് വായിക്കാൻ ദേശാഭിമാനിയിലൊരു പരസ്യം കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സാർ, ഇവിടെ 102 സീറ്റുകളുമായിട്ടാണ് UDF ജയിച്ചു വന്നത്. സാർ, ഈ 102 സീറ്റുകൾ കനകോലുമായി ബന്ധപ്പെട്ട് കനകോലുവാണ് ഈ 102 സീറ്റ് ജയിപ്പിച്ചതെന്ന് ചില ആളുകൾ ഇവിടെ പറഞ്ഞ് നടക്കുന്നുണ്ട്. സാർ, ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അതേപോലെ തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നു, അതിനുശേഷം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടന്നു. ഈ സമയത്തെല്ലാം ഇവിടെ UDFന് നേതൃത്വം കൊടുത്ത ഈ 1-ാം നമ്പർ സീറ്റിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ ഇവിടെ UDFൻ്റെ നേതാക്കന്മാർ ഉണ്ട്, കുഞ്ഞാലിക്കുട്ടി സാറടക്കം, PJ ജോസഫ് സാറടക്കം, അങ്ങനെ ഒട്ടനവധി നേതാക്കളുണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയെല്ലാം വിജയിച്ചപ്പോൾ ഒരു കനകോലുവിനെ കുറിച്ചും ആരും പറഞ്ഞില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പ് ചില വാർത്തകൾ നമ്മുടെ ചാനലുകാർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ആ വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ ഞങ്ങളാരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കുറേ ആളുകളുടെ പേര്, ആ പേര് വെച്ച് അങ്ങ് പ്രചരണം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അവരിപ്പോൾ ഗവൺമെൻറ് വന്നതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു അംശം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സർ, കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസം, എന്തായാലും അങ്ങനെ ഒരു പ്രചരണം നടത്തിയത് ഞങ്ങൾക്കും UDFനും ഗുണമായി. കാരണം കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവരൊരു PR മാനേജരെ ഏൽപ്പിച്ചു, അദ്ദേഹമാണ് കിണർ ഗോലു. സാർ, കിണർ ഗോലുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന വർക്കാണ് ഇപ്പോൾ അവരെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. സാർ, ഈ PR മാനേജറായി ചുമതല ഏറ്റെടുത്ത അദ്ദേഹത്തിന് കടുത്ത ശത്രുത നിങ്ങളോടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കൂത്തുപറമ്പിൽ വെച്ച് കൊല ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ശത്രുതയുണ്ടായിരുന്നു. അതുകൂടാതെ പാപ്പിനിശ്ശേരിയിലെ പാമ്പ് വളർത്തൽ കേന്ദ്രം
തീ വെച്ച് നശിപ്പിച്ചതിന്റെ പേരിൽ ശത്രുതയുണ്ടായിരുന്നു. ആ പാമ്പ് വളർത്ത കേന്ദ്രത്തിലുണ്ടായിരുന്ന കുരങ്ങന്റെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് നീ CMB ചേർന്നല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ പിടിച്ചടിച്ചതും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. സാർ, ഈ ശത്രുത കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അദ്ദേഹം വ്യക്തിപരമായി പകരം ചോദിക്കാൻ തയ്യാറെടുത്തിരുന്നെങ്കിലും ഇന്നോവ വീട്ടിൽ വരും എന്നുള്ള ഭയത്താൽ അദ്ദേഹം തൽക്കാലം അത് മനസ്സിൽ അടക്കി വെച്ചു. സാർ, സന്ദേശ സിനിമയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിൽ അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഭൂർഷാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. സാർ, ടിയാൻ നേരിട്ട് പ്രതികാരം ചെയ്യുവാൻ പലവട്ടം ആലോചിച്ച് ഞാൻ പറഞ്ഞല്ലോ. അവസാനം വലിയ വരുമാനമുള്ള ഒരു ജോലി വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് അദ്ദേഹം PR-ന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. അദ്ദേഹം ചില പരസ്യവാചകങ്ങളിലെ ചില വാക്കുകൾ കടമെടുത്താണ് നേതാക്കൾക്ക് പ്രസംഗിക്കുവാനുള്ള പ്രസംഗത്തിനിടയിൽ കയറ്റിക്കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചില സിനിമയിലെ ഡയലോഗുകൾ ഇടയ്ക്ക് പ്രസംഗത്തിനിടയിൽ കയറ്റിക്കൊടുക്കും. അങ്ങനെ ഒരു പഴയ ഒരു പരസ്യവാചകമാണ് മഴ മഴ കുട കുട മഴ വന്നാൽ വീട്ടിൽ പോടാ. ആ പരസ്യവാചകത്തിലെ ഒരു വാചകമെടുത്ത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പ്രസംഗത്തിലൂടെ. പിന്നെ 45 വർഷം മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ KP ഉമ്മറിനോട് ഷീല പറയുന്നു കിടക്കു പുറത്ത്. അതും ഇതേപോലെ തന്നെ കയറ്റിവിട്ടതാണ് സാർ. അതുപോലെ തന്നെ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചീടും കാരണഭൂതൻ സെക്രട്ടറിയേറ്റിൽ ഒരു വിദ്വാനെ പോയി കണ്ട് ഈ കവിത എഴുതിപ്പിച്ചു. കവിത എഴുതിപ്പിക്കുക മാത്രമല്ല അതിന് താളത്തിനൊത്തൊരു തിരുവാതിരയും കൂടെ കളിപ്പിച്ചു സാർ. 50 വർഷം വയറ്റിൽ കിടന്ന കത്രിക പുറത്തെടുത്തപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചു 50 വർഷം കത്രിക അകത്ത് കിടന്നാലും ഒരു കുഴപ്പമില്ല എന്ന് പറയിപ്പിച്ചു. ശരിയാണ് സാർ. കത്രികയെ അപ്പോൾ തന്നെ ഡോക്ടർ എടുത്തൊന്ന് മീശ കട്ട് ചെയ്ത് നോക്കി, കത്രികയ്ക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല സാർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത്. സാർ, കണ്ണെഴുതി പൊട്ടും തൊട്ടു എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. സാർ, അതിൽ തിലകൻ എട്ടുവീട്ടിൽ നടേശൻ മുതലാളിയായിട്ട് അഭിനയിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ ബിജു മേനോൻ നടേശൻ മുതലാളിയുടെ മകൻ ഉത്തമനായിട്ട് അഭിനയിക്കുന്നു. മഞ്ജു വാര്യർ ഭദ്ര എന്ന് പറയുന്ന കഥാപാത്രമാണ്. സിദ്ദിഖ് എന്ന് പറയുന്നയാൾ ഈ ഭദ്രയുടെ അച്ഛനായും അതേപോലെ തന്നെ ഗൗരി ഭദ്രയുടെ അമ്മയായുമാണ് അഭിനയിക്കുന്നത്. ആ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. സാർ, ആ സിനിമയ്ക്കകത്ത് ഈ എട്ടുവീട്ടിൽ നടേശൻ മുതലാളിയുടെ ക്രൂരത കൊണ്ട് മരണം സംഭവിച്ച, അതായത് കൊലപ്പെടുത്തിയ, ഈ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ് അതിൻ്റെ പശ്ചാത്തലമെല്ലാം സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ നടേശൻ മുതലാളിയേക്കാളും അതിക്രൂരനാണ് മകനായ ഈ ഉത്തമൻ എന്ന് പറയുന്ന ബിജു മേനോൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പോൾ അവര് ഉള്ള സമയത്ത് ഈ നടേശൻ മുതലാളിയുടെ ക്രൂരത കൊണ്ട് ഈ പറയുന്ന സിദ്ദിഖ് എന്ന് പറയുന്ന ചന്ദ്രപ്പന് ആ കുട്ടനാടൻ പാടശേഖരത്ത് വെച്ച് ജീവനോടുകൂടി ചേറിൽ പൊതിഞ്ഞ് മരണപ്പെടുന്ന ഒരു കഥയാണ്. ആ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഈ ഭദ്ര എന്ന് പറയുന്ന മഞ്ജു വാര്യർ ഇതെല്ലാം കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഗൗരി എന്ന് പറയുന്ന ഭദ്രയുടെ അമ്മ ഈ നടേശൻ മുതലാളിയുടെ ക്രൂരത സഹിക്കവയ്യാതെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഭദ്ര തിരിച്ചു വരികയാണ്. ഭദ്ര തിരിച്ചു വന്ന് ഈ നടേശൻ മുതലാളിയുടെ വീട്ടിൽ ജോലിക്കാരിയായി കയറിപ്പറ്റുകയാണ്. ജോലിക്കാരിയായി കയറിപ്പറ്റിയതിന് ശേഷം എന്തു ചെയ്തു? ഈ നടേശൻ മുതലാളിയെ ഒരു വശത്തൂടെ അദ്ദേഹം ഇങ്ങനെ വശീകരിച്ചു, മറുവശത്ത് മകനെയും വശീകരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ രണ്ടുപേരെയും വശീകരിച്ച് ഒരു സ്ഥിതിയായപ്പോൾ ഈ രണ്ടുപേരോടും പറഞ്ഞു, പാടത്ത് കൊയ്ത്ത് തീരുന്ന അന്നത്തെ രാത്രി ഈ പാടത്ത് ഈ കളത്തറ വയലുണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട സജി ചെറിയാനെ പോലുള്ള ആളുകൾക്കറിയാം. ഈ കളത്തറയിൽ രാത്രി 11 മണിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ മഞ്ജു വാര്യർ അവിടെ കാത്തിരുന്നു. ഈ ഭദ്ര എന്ന് പറയുന്ന മഞ്ജു വാര്യർ കാത്തിരുന്നു. തെക്ക് ഭാഗത്തുനിന്ന് തന്തയായ ഈ നടേശൻ മുതലാളിയും വടക്ക് ഭാഗത്തുനിന്ന് ആര് വരുന്നു? മകനായ ബിജു മേനോനും. രണ്ടുപേരും ഈ കളത്തറയിൽ വെച്ച് കൂട്ടിമുട്ടുകയാണ്. അവിടെ വലിയ സംഘർഷം നടക്കുന്നു. അച്ഛനും മകനും വീട്ടിലും ശത്രുതയിലായിരുന്നെങ്കിലും മഞ്ജു വാര്യരെ സ്വന്തമാക്കാൻ വേണ്ടി വലിയ യുദ്ധം അവിടെ നടക്കുക. നല്ല അടിപിടിയായി അവസാനം എന്തു ചെയ്യുന്നു? ചെളിയിലേക്ക് മറയുന്നു. ചെളിയിൽ മറിഞ്ഞ് കൂണ്ടുകിടന്നപ്പോൾ ഈ ഭദ്ര എന്ന് പറയുന്ന കഥാപാത്രം അവിടുത്തെ ഒരു വലിയ മടയുണ്ട്, വെള്ളം കെട്ടുനിർത്തിയ മട, അതിസാഹസികമായി കുത്തിപ്പൊട്ടിച്ച് ഈ വെള്ളം ഒഴുക്കി വിടുകയാണ്. ആ വെള്ളം മലവെള്ളപ്പാച്ചിൽ പോലെ ഈ വെള്ളം ഒഴുകി
ഈ അപ്പൻ്റെയും മകൻ്റെയും പുറത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് സഹിതം വെള്ളത്തിൽ വീണ് ഷോക്കടിക്കുകയും ആ മലവെള്ളപ്പാച്ചിലിൽ ആ വെള്ളപ്പാച്ചിലിൽ ഇവർ രണ്ടുപേരും ഒലിച്ചു പോവുകയാണ് ചെയ്തത്. സാർ, ഈ സിനിമയെക്കുറിച്ച് പറയാൻ കാര്യം, ഈ PR മാനേജറുടെ ഈ സിനിമയിൽ അപ്പനും മകനുമാണ് ഒലിച്ചു പോയതെങ്കിൽ ഈ PR മാനേജറുടെ PR വർക്കിൽ അപ്പനും മരുമോനുമാണ് ഒലിച്ചു പോയത് എന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. അതുകൂടാതെ ഇപ്പോൾ ഈ PR മാനേജർ പുതിയൊരു ഡയലോഗുമായി ഇറങ്ങിയിട്ടുണ്ട്. അത് MDയുടെ വടക്കം വീരഗാഥയിലെ ഒരു ഡയലോഗാണ്. അടുത്ത പ്രസംഗത്തിൽ ചിലപ്പോൾ കേൾക്കാം. ഞാനിപ്പോൾ ഇത് എഴുതി കൊടുത്തുകൊണ്ട് ചിലപ്പോൾ അത് ഒഴിവാക്കും. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പല വട്ടം. ഉപതെരഞ്ഞെടുപ്പുകൾ ആദ്യം എന്നെ തോൽപ്പിച്ചു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്നീട് എന്നെ തോൽപ്പിച്ചു, തദ്ദേശ തെരഞ്ഞെടുപ്പിലും എന്നെ തോൽപ്പിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പ് 102 സീറ്റിലും തോൽപ്പിച്ചു. ചങ്ങാതിമാരായ G. സുധാകരനും കുഞ്ഞികൃഷ്ണൻ TK ഗോവിന്ദൻ മാഷും എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങുവാൻ ചന്തുവിൻ്റെ ജീവിതം ഇനിയും ബാക്കി എന്നുള്ള ഡയലോഗാണ് സാർ ഇനി ഇവിടെ പറയാനുള്ളത്. സാർ, എന്തെങ്കിലും കാര്യം ഗൗരവത്തോടു കൂടി സാർ, എന്തെങ്കിലും കാര്യം നാളത്തെ ഡിമാൻഡാണെങ്കിലും ഞാൻ അഡ്വാൻസ്, നമ്മുടെ മുഖ്യമന്ത്രി എല്ലാം അഡ്വാൻസായി പോകുന്ന ആളാണ്. അപ്പം നാളത്തെ ഡിമാൻഡിൽ ഒരു കാര്യം പറയണം. നാളെ എനിക്ക് പ്രശ്നമില്ല സാർ. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ പ്രധാനമായിട്ടും ഉള്ളത് പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പദ്ധതി കോവിഡിൽ നിർത്തി പിന്നെ മുക്കി. അതാണ് ഇന്നത്തെ ഒരു പ്രധാന വാർത്ത. എല്ലാ വിഷയങ്ങൾക്കും A+ നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ പദ്ധതിയും സംസ്ഥാന കലോത്സവങ്ങളിൽ A ഗ്രേഡുകാർക്കുള്ള സ്വർഗോത്സവ പദ്ധതിയുമാണ് സർക്കാർ മറന്നത്. കോവിഡിൻ്റെ കാലത്ത് നിർത്തിയതാണ് സാർ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തല്ല, കോവിഡിൻ്റെ കാലത്ത്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കോവിഡ് കാലത്ത് നിർത്തിയതാണ്. സ്വർണ്ണ മെഡൽ പദ്ധതി 6 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. 2019 അവസാനമായ മെഡലുകൾ വിതരണം ചെയ്തത്. സാർ, സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ A ഗ്രേഡ് നേടുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 10,000 രൂപ നൽകുന്ന സർഗോത്സവ പദ്ധതിയുടെ സ്ഥിതിയും സമാനമാണ് സാർ. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയോടും പറയാനുള്ളത്, സ്വർണത്തിൻ്റെ വിലയൊക്കെ കൂടിയെങ്കിലും സ്വർണം അളവ് കുറച്ചിട്ടായാലും ഇത് ഈ വർഷം തൊട്ട് കൊടുക്കുവാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം. സാർ, പട്ടികജാതിക്കാരെ സംബന്ധിച്ച്, പട്ടികവർഗക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടപ്പിലാക്കി എന്ന് പറഞ്ഞ പല പദ്ധതികളും ഇന്ന് മുടങ്ങിക്കിടക്കുകയാണ്. അവരുടെ ഹോസ്റ്റൽ ഫീസ് മുടങ്ങിക്കിടക്കുന്നു, അവരുടെ സ്റ്റൈഫൻഡ് മുടങ്ങിക്കിടക്കുന്നു, അവരുടെ ലംസം ഗ്രാൻഡ് മുടങ്ങിക്കിടക്കുന്നു, ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളുടെ പോക്കറ്റ് മണി മുടങ്ങിക്കിടക്കുന്നു. സാർ, ഹോസ്റ്റൽ ഫീസ് പോലും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് നാളത്തെ ഡിമാൻഡിൽ, ഞാൻ സമയം എടുക്കുന്നില്ല സാർ, നാളത്തെ ഡിമാൻഡിൽ അത് ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഇല്ലെങ്കിലും അത് മുഖ്യമന്ത്രിയുണ്ട്, അത് ഗൗരവമായി എടുക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, ബാക്കി ഡിമാൻഡിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എനിക്ക് മുമ്പേ പറഞ്ഞവരൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ആരും പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൃത്യസമയത്ത് നിർത്തുന്നു. അങ്ങേക്ക് നന്ദി. ഈ ഉപാഭ്യർത്ഥനകളെ ഞാൻ ഒരിക്കൽ കൂടി പിന്തുണയ്ക്കുന്നു.